ഉളിഹ്യത്തിന്റെ മാംസം കുറെ ഉളിഹ്യത്തൊക്കെ അറുത്തു, ഫ്രീസറൊക്കെ എല്ലാ വീട്ടിലുമുണ്ട്, സൂക്ഷിച്ചു വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച മാംസം ഉപയോഗിക്കാം. വിരോധമുണ്ടോ? വിരോധമില്ല. മുഴുവനും സദക്ക ചെയ്യുന്നതാണ് ഉത്തമം. വീട്ടിൽ എന്ത് ചെയ്തു? മാംസം ബർക്കത്തിന് വേണ്ടി മാത്രം എടുത്തു. അനുഗ്രഹീത മാംസമാണ് വാസ്തവത്തിൽ ഈ ഉളിഹ്യത്തിന്റെ മാംസം. അനുഗ്രഹീത മാംസമാണ്. അത് ബർക്കത്തിന് വേണ്ടി അല്പമെങ്കിലും കഴിക്കണം. കഴിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ അയിമത്തുമുണ്ട്, ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞവരുമുണ്ട്. ഏതെങ്കിലും ആവട്ടെ മുഴുവൻ പിന്നെ കുറച്ചെങ്കിലും സദക്ക ചെയ്ത് സുന്നത്തായ ഉളിഹ്യത്താണെങ്കിൽ കുറച്ചെങ്കിലും സദക്ക ചെയ്താൽ മതിയല്ലോ. ബാക്കി എടുക്കാവുന്നതാണ്. എടുത്താൽ സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റുകയില്ലേ? സൂക്ഷിക്കുന്ന വിരോധമില്ല. സൂക്ഷിക്കുന്നത് നിരോധിച്ച ചില ഹദീസുകൾ കാണാം. അത് മൻസുഖാണ്. കാരണം അത് ഏത് കാലത്ത് മദീനയിൽ പട്ടിണി കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നരായ ആളുകൾ ഉളിഹ്യത്ത് അറുത്തുകൊണ്ട് സൂക്ഷിച്ചു വെച്ച് തിന്ന് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. സാധുക്കൾക്ക് വിതരണം ചെയ്ത് തീർക്കണമെന്ന്. 3 ദിവസത്തിലധികം ഉളിഹ്യത്ത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന നിരോധാജ്ഞയുണ്ടായിരുന്നു. പിന്നീട് അത് പിൻവലിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ഐശ്വര്യം അല്ലാഹു നൽകിയതിനു ശേഷം ആ നിരോധാജ്ഞ റസൂലുള്ളാഹി സ്വന്തങ്ങൾ തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അതൊരു അടിയന്തരാവസ്ഥയിലുള്ള കൽപ്പന മാത്രമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നതിന് വിരോധമില്ല. സൂക്ഷിച്ചു വെക്കുന്നതിന് വിരോധമില്ല. 15 ദിവസം വരെ സൂക്ഷിച്ചു വെച്ചിരുന്ന് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ബിബി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അവർ ഉണക്കിയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. നമുക്ക് പച്ചയായി തന്നെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാൻ കഴിയുമെന്ന് സൂക്ഷിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഇനി ഉലുഹിയ്യത്തിന്റെ മാംസം പ്രധാനപ്പെട്ട 1-2 പോയിന്റ് കൂടി പറയാണ്ട്. ഉലുഹിയ്യത്തിന്റെ മാംസം മരിച്ച ആൾക്ക് വേണ്ടിയാണ് ഉലുഹിയ്യത്തെങ്കിൽ അവന്റെ ആശ്രിതർക്കോ തിന്നാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. തനിക്ക് വേണ്ടിയാണ് ഉലുഹിയ്യത്ത് ഇറക്കുന്നതെങ്കിലോ? തനിക്ക് വേണ്ടിയാണ് ഉലുഹിയ്യത്ത് ഇറക്കുന്നെങ്കിൽ സുന്നത്തായ ഉലുഹിയ്യത്താണോ? അതിൽ നിന്ന് തിന്നാവുന്നതാണ്. നിർബന്ധമായ ഉലുഹിയ്യത്ത് നേർച്ചയാക്കിയ ഉലുഹിയ്യത്താണോ? അതിൽ നിന്നൊരു തുണ്ടുപോലും എടുക്കാൻ പാടില്ല. സമ്പന്നർക്ക് കൊടുക്കാനും പാടില്ല. അങ്ങനെയാണ് വേണ്ടത്. ഉലുഹിയ്യത്തിന്റെ വിതരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫർളായ ഉലുഹിയ്യത്താണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ എല്ലാ ഭാഗവും സദക്ക ചെയ്തു കൊള്ളണം. സ്വന്തം എടുക്കാനും പാടില്ല, സമ്പന്നന്മാരായ ആളുകൾക്ക് കൊടുക്കാനും പാടില്ല, ഫക്കീർ മിസ്കിന്മാർക്ക് തന്നെ കൊടുത്തുകൊള്ളണം. സുന്നത്തായ ഉലുഹിയ്യത്താണെങ്കിലോ മൂല്യമുള്ള കുറച്ചെങ്കിലും ഒരു ഫക്കീറിനെങ്കിലും കൊടുക്കണം. ബാക്കി മുഴുവനും അവൻ എടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അല്പഭാഗം എടുക്കുക. എന്നിട്ടോ ബാക്കി പിന്നെ ഇല്ലാ ലുക്കമൻ എന്നാ പറഞ്ഞത്. ഇല്ലാ ലുക്കമൻ യതബറക്കു ബിഹ. അവന് അനുഗ്രഹം നേടുന്നതിന്, ബർക്കത്ത് നേടുന്നതിന് വേണ്ടി ഏതാനും പിടികൾ മാത്രം എടുത്ത് ബാക്കി മുഴുവൻ സദക്ക ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. 1/3 ഭാഗം എടുത്ത് 2 ഭാഗം സദക്ക ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തമം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തമം എന്താണ്? 1/3 ഭാഗം അവൻ എടുക്കുകയും 1/3 ഭാഗം സാധുക്കൾക്ക് കൊടുക്കുകയും 1/3 ഭാഗം അത് ഹദിയ ചെയ്യുകയും ചെയ്യുക. പ്രമാണിമാർക്കും മറ്റുള്ള വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയും ചെയ്യാവുന്നതാണ്. എടുക്കുന്നത് 1/1 എടുക്കുന്നു എന്നവർ അല്പം തബറക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി എടുക്കുന്നു എന്നതിന്റെ കരളിന്റെ ഭാഗം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉലുഹിയ്യത്തിന്റെ മാംസം വിൽക്കാൻ പറ്റുമോ പറ്റുകയില്ലേ എന്നതാണ്. ഉലുഹിയ്യത്ത് അറുത്ത മനുഷ്യൻ ഉലുഹിയ്യത്തിന്റെ മാംസം വിൽക്കുന്നത് ഹറാമാണ്. ഞാൻ അറുത്ത ഉലുഹിയ്യത്ത് വാജിബാകട്ടെ സുന്നത്താകട്ടെ, ആ ഉലുഹിയ്യത്തിന്റെ മാംസം എനിക്ക് വിൽക്കാൻ പാടില്ല. അത് ഹറാമാകുന്നു. എനിക്ക് തിന്നതിന് വിരോധമില്ല. സുന്നത്താണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാവുന്നതാണ്, സൂക്ഷിച്ചു വെക്കാവുന്നതാണ്, എന്റെ കുടുംബത്തിനും ആശ്രിതർക്കും കൊടുക്കാവുന്നതാണ്. പക്ഷേ വിൽപ്പന പാടില്ല. അതുപോലെ തന്നെ സക്കാത്ത് വാങ്ങിയവൻ, ഉലുഹിയ്യത്ത് വാങ്ങിയവൻ, സുന്നത്തായ ഉലുഹിയ്യത്ത് വാങ്ങിയവൻ അവൻ സമ്പന്നനാണോ? സമ്പന്നൻ ബറക്കത്തുള്ള അനുഗ്രഹീതമായ മാംസം എന്ന നിലയിൽ ഉലുഹിയ്യത്ത് മുതലാളിയേർത്താലും തൊഴിലാളിയേർത്താലും ആ ഉലുഹിയ്യത്തിന്റെ മാംസം അവനും വാങ്ങാമല്ലോ. അങ്ങനെ സമ്പന്നനായ മനുഷ്യൻ സുന്നത്തായ ഉലുഹിയ്യത്തിൽ നിന്ന് വാങ്ങിയാൽ അവന് തിന്നാം, അതിഥികൾക്ക് കൊടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അവൻ അതിന്റെ ഉടമാവകാശം നീക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം, വിൽപ്പന മുതലായത് നടത്താൻ പാടില്ല. ഹിബത്ത് ദാനം ചെയ്യാൻ പാടില്ല, വിൽപ്പന നടത്താൻ പാടില്ല. അവനെ തിന്നാവുന്നതാണ്, അതിഥികൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അവന് കച്ചവടം പാടില്ല, അതുപോലെ തന്നെ ദാനം ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഉലുഹിയ്യത്തിന്റെ മാംസം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അവർക്ക് ഉടമാവകാശമുണ്ടായി, പ്രമാണിമാർക്കും മുതലാളിമാർക്കും കൊടുത്താൽ ഉടമാവകാശമില്ല, അവർക്ക് ഉപയോഗാധികാരം മാത്രമേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം. എന്നാൽ ഇവിടെ ഉലുഹിയ്യത്തിന്റെ മാംസം സാധാരണക്കാരൻ വാങ്ങിയാലോ ഫക്കീർ വാങ്ങിയാലോ ഫക്കീറിന് മിൽക്ക് ഉടമാവകാശമായി. അതുകൊണ്ട് അവന് ദാനം ചെയ്യുകയോ സദഖ ചെയ്യുകയോ വിൽക്കുകയോ എന്തുമാകാം. വിറ്റ് കാശാക്കുന്നതിന് യാതൊരു www.hubburrasool.net